അല്ല, അതിനൊക്കെ മറുപടി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. UDF ഒരു കാലത്തും അങ്ങനെ ഉയർത്തിക്കാട്ടാറില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മത്സരിക്കും, ജയിക്കും. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളുണ്ട്. ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോകും. ഇത് ഞങ്ങൾ പറഞ്ഞതാണ് പലവട്ടം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും പലപ്പോഴും ചെയ്തതാണ്, ഞങ്ങൾ മാത്രം ചെയ്തതല്ല. 16 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും ആ രീതിയിൽ തന്നെയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് യഥാർത്ഥ അന്വേഷണങ്ങൾ അതിൻ്റെ രീതിയിലോട്ട് പോയാൽ CPM-ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്ന സ്ഥിതിയാണ്. അതിൻ്റെ വ്യാപ്തി ഓരോ ദിവസം കഴിയുന്നതിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ ഇന്ന് മാധ്യമങ്ങൾ വന്നിരിക്കുന്ന കാര്യം പത്മകുമാർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇൻവോൾവ്ഡ് ആണെന്നുള്ള വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും പാർട്ടി ഒരു നടപടിയുമില്ല. ഇപ്പോൾ പാർട്ടി ഇനിയും സംരക്ഷിക്കാൻ ഒരുപാട് ആളുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇത് അങ്ങേയറ്റത്തെ അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്ന ഒന്നുണ്ട്. SIT കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടം ഉണ്ട് എന്നൊരു സത്യമാണ്. അതുകൊണ്ട് കോടതി മേൽനോട്ടമുള്ള മറ്റൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം നടത്താൻ. അത് ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നതാണ്. ആ കാര്യത്തിൽ കോടതി നടപടിയെടുക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ഇടക്കാലത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ പേരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്നും കേൾക്കുന്നില്ല. അല്ല, ആദ്യം മുതലേ SITയുടെ മേലെ സമ്മർദ്ദമായിരുന്നല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ വരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, പഞ്ചായത്ത് ഇലക്ഷൻ വരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അപ്പോൾ അതിനകത്ത് SIT സമ്മർദ്ദത്തിന് ഇടയിലാണ്. ആ സമ്മർദ്ദം ഒഴിവാക്കാനാണ് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രമായിട്ടുള്ള ഒരു ഏജൻസി കോടതി നിരീക്ഷണത്തിൽ നടത്തണമെന്ന് ഈ കാര്യത്തിൽ പറയുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ ആരൊക്കെ അതിനകത്ത് പ്രതികളായിട്ടുണ്ടോ അവരെയൊക്കെ അകത്ത് കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതുമായിട്ട് കേരള സമൂഹം മുന്നോട്ട് പോകും. ഞങ്ങൾ ആ സമരത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ കേരളത്തിലെ ഈ കോൺഗ്രസിൽ അതായത് ഇപ്പം നേതാക്കളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. സാധാരണ ചർച്ചകൾ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ ഘടകകക്ഷികളുടെ സീറ്റുകളെ സംബന്ധിച്ചുള്ള ധാരണകളും ചർച്ചകൾ ഇപ്പോഴും അവകാശവാദങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ആളുകളുടെ. അല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൽപ്പറ്റയെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യങ്ങൾ നടത്താൻ ഒരു സിസ്റ്റമുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. മുന്നണി ചർച്ചകൾക്ക് UDF തുടക്കം കുറിക്കാൻ പോവാണ്. അവിടെ ചർച്ചകൾ നടക്കും. പബ്ലിക് സ്പേസിൽ ഇത്തരം ചർച്ചകൾ നടത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അത്രയൊന്നും വലിയ ചർച്ച അവിടെ ഇവിടെ ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതും ഒഴിവാക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ UDF വരുമ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നുണ്ട്. അപ്പോൾ LDF-നാണെങ്കിൽ പിണറായി വിജയനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ UDF-ലേക്ക് വരുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും. അല്ല, അതിനൊക്കെ മറുപടി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. UDF ഒരു കാലത്തും അങ്ങനെ ഉയർത്തിക്കാട്ടാറില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മത്സരിക്കും, ജയിക്കും. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളുണ്ട്. ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോകും. ഇത് ഞങ്ങൾ പറഞ്ഞതാണ് പലവട്ടം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും പലപ്പോഴും ചെയ്തതാണ്, ഞങ്ങൾ മാത്രം ചെയ്തതല്ല. 16 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും ആ രീതിയിൽ തന്നെയായിരുന്നു. ദേശീയപാതയിൽ ഇന്ന് വളരെ വിലപ്പെട്ട ചർച്ചകൾ നടന്നു. നമുക്കറിയാം, ഓരോ ദിവസവും കഴിയുന്തോറും ദേശീയപാതയിൽ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, സുരക്ഷാ വീഴ്ച നിർബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമായിട്ടാണ്. ഇന്നിപ്പോൾ ചർച്ചയുണ്ടായിരുന്നു. ROയും PD-യും ഒക്കെ തന്നെ പങ്കെടുത്ത ചർച്ചകളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീ പ്രേമചന്ദ്രനും വളരെ ശക്തമായിട്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷയുമായ പ്രശ്നം, കൊല്ലത്തെ തകർച്ച, കൂരിയാടെ തകർച്ച, ഇന്നലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്, കാസർഗോഡ് എല്ലാം തകർച്ച ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു സുരക്ഷാ പരിശോധന കാര്യമായിട്ട് നടത്താൻ പോവാണ് കേരളത്തിലെ റോഡുകളിൽ. അപ്പോൾ ഇന്ന് RO അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 8 ഗ്രൂപ്പുകളായിട്ടുള്ള സുരക്ഷാ പരിശോധന NH-66 നടക്കുകയാണ്. അപ്പം മണ്ണ് പരിശോധന ഉണ്ടാകും കാര്യമായിട്ട്. എവിടെയെങ്കിലും ഈ സാധാരണഗതിയിലുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ താങ്ങാവുന്ന രീതിയല്ല എന്ന് കണ്ടാൽ അവിടെയൊക്കെ പില്ലർ ഹൈവേ പില്ലർ സ്ട്രക്ചർ ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കായംകുളത്തിൻ്റെ കാര്യം, പൂച്ചിറയുടെ കാര്യം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള സ്പാനുകൾ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ പായൽക്കുളങ്ങരയിലും അതുപോലുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന ഒരു 8 സംഘങ്ങളായിട്ടുള്ള ഓഡിറ്റിനകത്ത് റോഡുകളിൽ എവിടെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ പരിശോധിച്ചിട്ട് ചെയ്യാൻ കഴിയാവുന്ന ചെയ്യുമെന്ന് അവരിന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്.